അവനല്ലാതെ വേറെ യാതൊരു ഇലാഹുമില്ല തന്നെ. അവനല്ലാതെ എല്ലാ വസ്തുക്കളും നാശത്തിന് വിധേയമാണ്. അവൻ മാത്രമേ നാശത്തിന് വിധേയമാകാത്തവനായുള്ളൂ. 3, നിയമാധികാരം അഥവാ വിധികർത്തൃത്വം അവന് മാത്രമാണ്. 4, എല്ലാവരും അവങ്കിലേക്ക് തന്നെയാണ് മടങ്ങിച്ചൊല്ലുന്നതും. ഈ 4 കാര്യങ്ങളും തൗഹീദിൻ്റെ അനിവാര്യതയ്ക്ക് മതിയായ അടിസ്ഥാനങ്ങളാകുന്നു. ഇത് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ പരിഭാഷയെ പറഞ്ഞതാണ്. എന്താണ് ഒന്നുകൂടി ഞാൻ അതിന് പൂർണ്ണമായി വായിക്കാം. മർഹൂം അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷയിൽ എഴുതുന്നു: അള്ളാഹുവിങ്കൽ ഏറ്റവും വെറുക്കപ്പെട്ടതായ ഷിർക്കിൻ്റെ ആൾക്കാർക്ക് യാതൊരു വിധത്തിലും സഹായിക്കുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്യാതെ തൗഹീദിൽ ഉറച്ചു നിൽക്കുവാനും അതിലേക്ക് ക്ഷണിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ സൂറത്ത് അവതരിപ്പിക്കുന്നത്. ഇതിന് 4 കാരണങ്ങളും അവൻ ഉണർത്തിയിരിക്കുന്നു. 1, അവനല്ലാതെ വേറെ യാതൊരു ഇലാഹുമില്ല തന്നെ. 2, അവനല്ലാതെ എല്ലാ വസ്തുക്കളും നാശത്തിന് വിധേയമാണ്. അവൻ മാത്രമേ നാശത്തിന് വിധേയനാകാത്തവനായുള്ളൂ. 3, നിയമാധികാരം അഥവാ വിധികർത്തൃത്വം അവന് മാത്രമാണ്. 4, എല്ലാവരും അവങ്കിലേക്ക് തന്നെയാണ് മടങ്ങിച്ചെല്ലുന്നതും. ഈ 4 കാര്യങ്ങളും തൗഹീദിൻ്റെ അനിവാര്യതയ്ക്ക് മതിയായ അടിസ്ഥാനമാണ് തോന്നും. എത്ര മഹത്തായ സമാപനം! അമാനി മൗലവിയുടെ പരിഭാഷ 3-ാം ഭാഗം 2469 പേജ്. ഇവിടെ നാം മനസ്സാക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത്. അമാനി മൗലവിയും അതുപോലെ തന്നെ അൽമനാറുമൊക്കെ തുറന്ന് സംബന്ധിച്ച ഒരു കാര്യമാണ് നിയമനിർമ്മാണാധികാരം അള്ളാഹുവിനാണ്. ആ നിയമനിർമ്മാണാധികാരം അള്ളാഹുവിനാണ് എന്നതാണ് യഥാർത്ഥ തൗഹീദിൽ പരിഗണിക്കേണ്ട കാര്യമാണ്. അത് മറ്റാർക്കെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കൽ അതുകൊണ്ട് ഷിർക്കാണ്. അതിനാൽ അനിസ്ലാമിക ഭരണകൂടം ഷിർക്കാണ്. ജമാഅത്തെ അനിസ്ലാമിക ഭരണകൂടം താവൂത്താണ്. ആ അനിസ്ലാമിക ഭരണകൂടത്തോട് വിധേയത്വത്തോടു കൂടിയുള്ള അതിൻ്റെ എല്ലാ നിയമങ്ങളും സ്വീകരിക്കുന്നത്, അത് ശരിയോ തെറ്റോ ഇസ്ലാമികമോ അനിസ്ലാമികമോ എന്ന് പരിഗണിക്കാതെ സ്വീകരിക്കുന്നത് ആ ഭരണകൂടത്തിന് ഉള്ള നിരുപാധികമായ അനുസരണമാണ്. ആ നിരുപാധികമായ അനുസരണം ഷിർക്കാണ്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. അൽമനാർ എഴുതിയതാണ്. അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷയിലും നിയമനിർമ്മാണാധികാരം അള്ളാഹുവിനാണ് എന്ന് അസന്നിഗ്ധമായി പറഞ്ഞതാണ് എന്ന കാര്യം നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയവും ഇസ്ലാമികമായിരിക്കണമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വരാറുണ്ട്. പൂർവ്വപ്രവാചകന്മാരായ ആളുകൾ, ചോദ്യം ഉയർന്നു വരാറുള്ള പൂർവ്വപ്രവാചകന്മാരായ ആളുകൾ രാഷ്ട്രീയം ദീനിൻ്റെ ഭാഗമാണെങ്കിൽ, നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിനും രാഷ്ട്രീയത്തിനും ഭരണത്തിനും തൗഹീദുമായി ബന്ധമുണ്ടെങ്കിൽ, ഭരണം സ്ഥാപിക്കാതെ പോയ പ്രവാചകന്മാരെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു എന്നാണ് ചോദിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഓരോ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച നിയമങ്ങളാണ് അവർക്കുള്ള ദീൻ. ആദ്യകാലത്ത് സഹോദരന്മാർക്കിടയിലുള്ള വിവാഹം അനുവദനീയമായിരുന്നു. പ്രവാചകനായ ലൂത്ത് അലൈഹി ഇസ്ലാമിയുടെ കാലത്തും പ്രവാചകനായ നൂഹ് അലൈഹി ഇസ്ലാമിയുടെ കാലത്തും മുശ്രിക്കത്തുകളായ ഭാര്യമാരുടെ കൂടെ ജീവിക്കൽ അനുവദനീയമായിരുന്നു. പക്ഷേ ഓരോ ജനസമൂഹത്തിനും എന്താണോ അള്ളാഹുവിൽ നിന്ന് നിയമമായി ലഭിച്ചത് അതാണ് അവർക്കുള്ള ഇസ്ലാമിക വ്യവസ്ഥ. ആ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഇസ്ലാമിക വ്യവസ്ഥ, ഇസ്ലാമിക നിയമത്തെ ലംഘിച്ചുകൊണ്ട് അനിസ്ലാമികമായ നിയമം ആരെങ്കിലും സ്വീകരിച്ചിരുന്നുവോ? ഇതാണ് മൗലികമായ പ്രശ്നം. നൂഹ് അലൈഹി ഇസ്ലാം, ഹൂദ് അലൈഹി ഇസ്ലാം, സ്വാലിഹ് അലൈഹി ഇസ്ലാം, ഷുഐബ് നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, മൂസ അലൈഹി ഇസ്ലാം തുടങ്ങിയ ഏതെങ്കിലും ഒരു പ്രവാചകൻ അള്ളാഹുവിൽ നിന്ന് തനിക്ക് ലഭിച്ച നിയമത്തിന് വിരുദ്ധമായ അനിസ്ലാമികമായ നിയമം അനുസരിച്ച് ജീവിക്കുകയോ അനിസ്ലാമിക നിയമം നടപ്പാക്കുകയോ ചെയ്തിട്ടുണ്ടോ? അഥവാ പ്രവാചകന്മാർക്കുള്ള ദീൻ എന്ന് പറഞ്ഞാൽ അവരുടെ ദീനും അവരുടെ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച നിയമവ്യവസ്ഥ എന്താണോ അതാണ് അവർക്കുള്ള ദീൻ, അതാണ് അവരുടെ ശരീഅത്ത്. ആ ശരീഅത്തിന് വിരുദ്ധമായി അഥവാ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ശരീഅത്തിന് വിരുദ്ധമായ വല്ല കാര്യവും അവർ നടപ്പാക്കിയിരുന്നോ എന്നതാണ് ചോദ്യം. അവർ നടപ്പാക്കിയിരുന്നോ എന്ന് മാത്രമല്ല, അവരുടെ അനുയായികളായ മുസ്ലിങ്ങൾ, നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ വിരലിലെണ്ണാവുന്ന അനുയായികൾ, ഹൂദ്, സ്വാലിഹ്, ഷുഐബ് അലൈഹിസ്സലാമയുടെ അനുയായികൾ, അതുപോലെ ഏതെല്ലാം പ്രവാചകന്മാരുണ്ടോ അവരുടെ അനുയായികൾ ആരായിരിക്കട്ടെ, അവർ തങ്ങളുടെ ജീവിതത്തിൽ പ്രവാചകന്മാരുടെ ലഭ്യമായ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ അനിസ്ലാമികമായ നിയമമാണോ സ്വീകരിച്ചിരുന്നത്? അവർ തങ്ങളുടെ നേതാവായി സ്വീകരിച്ചിരുന്നത് പ്രവാചകനെയാണോ അതോ മറ്റാരെങ്കിലുമാണോ? അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും യഥാർത്ഥത്തിൽ അവർ നേതാവായി പ്രവാചകനെ അംഗീകരിക്കുകയും ആ പ്രവാചകൻ്റെ വിധിവിലക്കുകൾ, പ്രവാചകനിലൂടെ ലഭ്യമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ എന്താണോ അത് പൂർണ്ണമായി സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയുമല്ലേ എല്ലാ പ്രവാചകന്മാരുടെ അനുയായികൾ ചെയ്തത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലഭ്യമായത് സമ്പൂർണ്ണമായി ഇസ്ലാമിക വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും ഇസ്ലാമ ദീന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മനുഷ്യ സമൂഹത്തിന് അവിടെ ദീൻ അള്ളാഹു പൂർത്തീകരിച്ചു തന്നു, അവിടെ നിയമവ്യവസ്ഥ അള്ളാഹു പൂർത്തീകരിച്ചു തന്നു. ആ പൂർത്തീകരിച്ച നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി അനിസ്ലാമികമായ നിയമം നടപ്പാക്കാനും സ്വീകരിക്കാനും പാടുണ്ടോ എന്നതാണ് മൗലികമായ ചോദ്യം. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്ക് ലഭിച്ച ദീൻ സമ്പൂർണ്ണമാണ്.
ആ ലഭിച്ച നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ നാം സ്വീകരിക്കുവാനും നടപ്പാക്കാനും പാടുണ്ടോ എന്നതാണ് ചോദ്യം. ഈ ചോദ്യം ഉയർന്നു വരുമ്പോൾ മൗലികമായ ഒരു പ്രശ്നം ഉയർന്നു വരുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു വ്യക്തിത്വം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമിക പ്രബോധകനും പ്രവാചകനുമായിരുന്നു. എന്നാൽ മദീനയിൽ പ്രവാചകനും പ്രബോധകനും ഭരണാധികാരിയുമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം പൂർത്തിയായപ്പോൾ അത് പൂർണ്ണമാകണമെങ്കിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു ലക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന എന്ന വാക്യം അർത്ഥപൂർണ്ണമാകണമെങ്കിൽ ഭരണമുണ്ടാവേണ്ടതുണ്ട്, ഭരണവ്യവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. അത് അപ്പോൾ മാത്രമേ ദീൻ സമ്പൂർണ്ണമാവുകയുള്ളൂ എന്നതുകൊണ്ടാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയാവുകയും ഭരണ നിയമങ്ങൾ നടപ്പാക്കുകയും ചെയ്തത്. ഇത് യഥാർത്ഥത്തിൽ സർവാംഗീകൃതമായ ഒരു കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമി മാത്രം പറയുന്നൊരു കാര്യമല്ല. ഇത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പുസ്തകമാണ്. ഇത് പ്രമുഖനായ മുജാഹിദ് നേതാവ് അലി അബ്ദുർ റസാഖ് മദനി തയ്യാറാക്കിയ പുസ്തകമാണ്. ഇത് പാഠപുസ്തകവും കൂടിയാണ്. ഈ പാഠപുസ്തകത്തിൽ എന്താണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞത്? അദ്ദേഹത്തെ മക്കയിൽ ഒരു പ്രവാചകനും മദീനയിൽ ഒരു രാഷ്ട്രനായകനുമായി ചിത്രീകരിക്കുന്നവർ മദീനയിലല്ല മക്കയിലെ പരീക്ഷണ നാളുകളിൽ തന്നെ രാഷ്ട്രത്തിൻ്റെ വിത്ത് നട്ടിരുന്നു എന്ന വസ്തുത മനസ്സിലാക്കുന്നില്ല. ഇതെന്താ പറഞ്ഞത്? എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? യൂസുഫ് നബി അലൈഹി ഇസ്ലാമയായാലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയായാലും പൂർവ്വപ്രവാചകന്മാരായാലും ശരി, അവർക്ക് അല്ലാഹുവിൽ നിന്ന് ലഭിച്ച നിയമം അവർ നടപ്പാക്കിയിരുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഉദ്ദേശിക്കപ്പെടുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സംസ്ഥാപനവും ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക വ്യവസ്ഥയുടെ നടപ്പാക്കലും ഒരു ഇസ്ലാമിക ഭരണക്രമം കൊണ്ടു നടത്തലുമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിയപ്പോൾ തന്നെ അതിനാവശ്യമായ കരുക്കൾ നീക്കിയിരുന്നു, നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാണ് മുജാഹിദ് നേതാവായ അലി അബ്ദുർ റസാഖ് മദനി സാഹിബ് എഴുതിയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ജീവചരിത്ര കൃതികൾ പറയുന്നത്. അത് പാഠപുസ്തകവും കൂടിയാണ്. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നബി തിരുമേനി മക്കയിൽ വെച്ചാണ് പറഞ്ഞത് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തദ്ഉ ലക്കുമുൽ അറബ് വതഖ്ലു ലക്കുമുൽ അജം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, നിങ്ങൾക്ക് അറബും അനറബും അധീനപ്പെടുമെന്ന് പറഞ്ഞ് മക്കയിൽ വെച്ചാണ്. മാത്രമല്ല സ്വന്ന മുതൽ ഹളറമൗത്ത് വരെ നിർഭയമായി നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞത് മക്കയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് അലി അബ്ദുർ റസാഖ് മദനി സാഹിബ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തെ മക്കയിലൊരു പ്രവാചകനും മദീനയിൽ ഒരു രാഷ്ട്രനായകനുമായി ചിത്രീകരിക്കുന്നവർ മദീനയിലല്ല മക്കയിലെ പരീക്ഷ നാളുകളിൽ തന്നെ രാഷ്ട്രത്തിൻ്റെ വിത്ത് നട്ടിരുന്നു എന്ന വസ്തുത മനസ്സിലാക്കുന്നില്ല എന്ന് ആക്ഷേപിച്ചത്, കുറ്റപ്പെടുത്തിയത്. 13 വർഷത്തെ കടുത്ത പോരാട്ടത്തിൻ്റെ അനന്തരഫലം മാത്രമായിരുന്നു അത്. അഥവാ മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രമെന്നത് 13 വർഷത്തെ കടുത്ത പോരാട്ടത്തിന് അനന്തരഫലം മാത്രമായിരുന്നു. ബഹുദൈവവിശ്വാസികളെ അവഗണിക്കുക, താങ്കൾക്ക് ലഭിച്ച കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുക എന്ന ദൈവശാസനം ലഭിച്ചത് മുതലുള്ള പ്രബോധനത്തിൻ്റെ പരിണാമമായിരുന്നു അത്. അഥവാ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെയും ഭരണത്തിൻ്റെയും സംസ്ഥാപനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യ പ്രബോധനം നടത്താൻ ആവശ്യപ്പെട്ടത് മുതലുള്ള പ്രവാചകൻ്റെ നടപടിക്രമത്തിൻ്റെ പ്രബോധനത്തിൻ്റെ പ്രവർത്തന ഫലമായിരുന്നു എന്നാണ്. 2 തവണ എത്യോപ്യയിലേക്കും പിന്നീട് മദീനയിലേക്കും അഭയം തേടിപ്പോയ മക്കയിലെ പ്രവാചക ശിഷ്യന്മാരുടെയും മക്കയിലെ അക്കബയിൽ വെച്ചുണ്ടായ 1ഉം 2ഉം ഉടമ്പടികളിൽ പങ്കെടുത്ത അൻസാറുകളുടെയും കൈകളിലൂടെയാണ് മദീനയിലെ ഭരണമുണ്ടായിട്ടുള്ളത്. അവരാണ് മദീനയിൽ പ്രവാചകൻ വളർത്തിയെടുത്ത മാതൃകാ സമൂഹത്തിൻ്റെ വിത്ത്. അതാണ് മുഹമ്മദീയ ഭരണകൂടവും പിന്നീട് ഇസ്ലാമിക സാമ്രാജ്യവുമായി വികസിച്ചത്. ഇവിടെ എന്താ പറഞ്ഞ കാര്യം ഒന്ന് വളരെ വ്യക്തമാണ്, ചിലതിനുള്ള മറുപടിയാണ്. ഒന്ന് ചോദിക്കാറുണ്ട്, എത്യോപ്യയിലേക്ക് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികളെ അയച്ചില്ലേ? നജ്ജാഷിയുടെ ഭരണത്തിന് കീഴിൽ അയച്ചില്ലേ? നജ്ജാഷി ഇസ്ലാമിക ഭരണം നടപ്പാക്കുന്ന ആളായിരുന്നുവോ? നജ്ജാഷിക്ക് അവിടെ ഇസ്ലാമിക വ്യവസ്ഥ ഉണ്ടായിരുന്നോ? കട്ടവൻ്റെ കൈമുറിച്ചിരുന്നോ നജ്ജാഷി? വ്യഭിചാരി എറിഞ്ഞു കൊല്ലിരുന്നോ? ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ നടപ്പാക്കിയിരുന്നോ? എന്നെല്ലാം എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ അല്പം പരിഹാസ സ്വഭാവത്തിൽ ജമാഅത്തോടിനോട് ചോദിക്കാറുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയാറുണ്ടല്ലോ, ഇസ്ലാം സമ്പൂർണ്ണമാകണമെങ്കിൽ രാഷ്ട്രവും ഭരണകൂടവും വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ നജ്ജാഷിയുടെ കീഴിൽ ജീവിച്ച മുസ്ലിങ്ങൾ ഇസ്ലാമിക നിയമം അനുസരിച്ചാണോ ജീവിച്ചത്? അനിസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിലല്ലേ ജീവിച്ചത് എന്ന് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? നജ്ജാഷിയെ സംബന്ധിച്ചിടത്തോളം, നജ്ജാഷിയുടെ കീഴിൽ ജീവിച്ച മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നിയമമാണോ മക്കയിൽ വെച്ച് അവർക്ക് ലഭിച്ചത്, ആ നിയമങ്ങളെല്ലാം അവർ നജ്ജാഷിയുടെ കീഴിൽ ജീവിച്ചപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അഥവാ മക്കയിലൂടെ അവർക്ക് ഹിജ്റ പോകുന്നത് വരെ എന്തെല്ലാം, അബിസീനിയയിലേക്ക് എത്യോപ്യയിലേക്ക് ഹിജ്റ പോകുന്നവരെ അവർക്ക് എന്തെല്ലാം നിയമവ്യവസ്ഥകൾ ലഭിച്ചിരുന്നോ അതാണ് അവരുടെ നിയമം, അതാണ് അവരുടെ ദീൻ. ആ ദീൻ പൂർണ്ണമായും അവർ നജ്ജാഷിയുടെ കീഴിൽ ജീവിച്ചിരിക്കുകയെ പാലിച്ചിരുന്നു എന്നർത്ഥം. നജ്ജാഷിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ശേഷം അദ്ദേഹം ഇസ്ലാമിക ഭരണം നടപ്പാക്കിയോ എന്നാണ് ചോദ്യമെങ്കിൽ, അദ്ദേഹത്തിന് ലഭിച്ച ഇസ്ലാമിൻ്റെ നിയമം എത്രയാണോ അത്രയും അദ്ദേഹം പാലിച്ചു. അഥവാ അദ്ദേഹത്തിന് ലഭിച്ച ഇസ്ലാമിക നിയമത്തെ ഒന്നുപോലും അദ്ദേഹം ലംഘിച്ചാൽ അദ്ദേഹം ഇസ്ലാമിക വ്യവസ്ഥ നടപ്പാക്കുന്നവനാവുകയില്ല, യഥാർത്ഥ മുസ്ലിമും ആവുകയില്ല.
അതുകൊണ്ട് നജ്ജാഷിയുടെ നാട്ടിലേക്ക് പറഞ്ഞയച്ചവരിലൂടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനാണ് നബി തിരുമേനി ശ്രമിച്ചത് എന്നാണ് ഇവിടെ അലി അബ്ദുൾ റസാഖ് മദനി പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ പറയുന്നു, മദീനയിലേക്ക് പോയ ഹിജറ പോയ വിശ്വാസികളിലൂടെ